ഹലോ ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആൾക്കായി റഹിമ കൊച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നങ്ങനെ സ്കൂളൊക്കെ പൂട്ടിയല്ലേ, മക്കളുടെ സ്കൂളൊക്കെ പൂട്ടി. നമ്മുടെ ഇവിടെ മക്കളുടെ സ്കൂളൊക്കെ പൂട്ടി. ഇന്ന് സെലിബ്രേഷനായിരുന്നു. പപ്പിയുടെ സ്കൂളിൽ സെലിബ്രേഷനായിരുന്നു. പൊന്നിൻ്റെ സ്കൂളിൽ നാളെയാണ് സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ അറിയാലോ, ക്രിസ്മസ് ട്രീ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പുൽക്കൂടുണ്ട്. അപ്പോൾ പുൽക്കൂടൊക്കെ നമുക്ക് പഴയതാണ് കേട്ടോ. ഒരു രണ്ട് മൂന്ന് വർഷം പഴക്കമുണ്ടാവില്ല പൊന്നു. ഒരു 2-3 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മഴ പെയ്തിട്ട് ഈ സൈഡിൽ വെച്ചിട്ടേ വെള്ളമൊക്കെ ആകെ കയറി ആകെ ഡിങ്കോളിഫിക്കേഷൻ ഇട്ടിരിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് തട്ടിക്കുടയാം. അപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് നമുക്കതിനൊന്ന് സെറ്റ് ചെയ്യാം. പൊന്നൂച്ചാണ് ഇതേ പുൽക്കൂടൊക്കെ എടുത്ത് ഇറക്കി വെക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ ശോകം മുഖമുള്ള അയ്യോ, അതെ എൻ്റെ ടുട്ട് കയറണം. ഉണ്ണി യേശുവിന് മുമ്പ് ഇതേ ടുട്ട് കയറി. വേസ്റ്റ് ഇതൊക്കെ ടുട്ട് കയറിയിരിക്കണേക്കേ. ടുട്ടു ഇതെന്താ ക്രമം കണ്ടോട മോനെ? എന്ത് സംഭവം അത് ഉണ്ണീശ്വരടിക്കാനുള്ളതല്ലേ? തൂക്കിയടിക്ക് കേറിയിരിക്കണേക്ക്. അത് കുഴപ്പമില്ലടി മോനെ, അതിനകത്ത് ഇതില്ല, കുഴപ്പമില്ല. അതൊന്ന് വെറുതെ തട്ടിയാൽ മതി. അതെന്തത്? അപ്പൊ നമ്മുടെ ടുട്ടുന്റെ മുത്തേ അമ്മയുടെ ചക്കര കൂടമേ. ടുട്ടു കിട്ടു ടുട്ട് പൊട്ടൻ ഇറങ്ങ്. ഉമ്പനാണ് നമ്മുടെ മുത്തുമണിയാണ്, ചുക്കിടമുത്തന്നെ. ഞങ്ങളുടെ ബംഗാളി പൂച്ച ഇട്ടത്. ടുട്ട ഒരു ഹായ് കൊടുത്തേ അമ്മയുടെ കൂട്ടുകാർക്ക്. അമ്മയുടെ കൂട്ടുകാർക്ക് ടാറ്റാ. ചാടി ചമ്മടെ ഗെയിമാ. അപ്പോൾ നമ്മുടെ ടുട്ടാണ് ഫസ്റ്റ് ഉദ്ഘാടിച്ചതല്ലേ നമ്മുടെ പുൽക്കൂട്ടിലിരുന്നിട്ട്. അപ്പോൾ പൊന്നുച്ച ഇത് ക്ലീനാക്കി ഒന്ന് അടിച്ച് തുടക്കിയത്. ചൂലെടുത്തണം, മറ്റേത് ചൂലെടുക്കും. ആ ചൂലുണ്ട് അടിക്കുക. എന്താ സോപ്പിങ്? പിന്നെ പിള്ളേരല്ലാണ്ട് പിന്നെ ഇവർക്ക് സ്കൂളൊക്കെ പോയിട്ടില്ലേ, മക്കളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. പെൺകുട്ടികളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. മോളായിട്ട് നീ മാത്രമേ ഉള്ളൂ എനിക്ക്. എൻ്റെ കടലാസ് റോസ് പൂ ഉണ്ടായിക്കുന്നുണ്ട്. ഞങ്ങളെ നിറച്ച് പൂ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ച് പുല്ല് മുളച്ചേക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, പുല്ല് മുളച്ചേക്ക കുരിപ്പെട്ടത്. എൻ്റെ പൊന്നോ, അങ്ങനല്ലാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. വേണമെന്ന് വെച്ച് ചെയ്. ഇത് അലക്കണത്. എൻ്റെ പൊന്നു നീ എന്ത് കാണിക്കണേ? അല്ലാതെ ഒടിച്ച് പൊട്ടിച്ചളയുന്നു തോന്നണേ. എടി അത് ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ വാങ്ങിക്കില്ല കേട്ടാ. ഇക്കൊല്ലം ഈശോക്ക് അവിടെ താഴെ പുല്ലിട്ട് കൊടുക്കാൻ വെച്ച്. ഇത് മതി, ഇനി വാർണിഷ് ഒന്നും വാങ്ങിച്ച് പൈസ കളയണ്ട. ഇതൊക്കെ എടി ഞാൻ പറയട്ടെ, കർത്താവിന്റെ പുൽക്കൂട് തൊഴുത്ത്, പുൽത്തൊഴുത്ത് ഇങ്ങനെ നല്ല കാലിത്തൊഴുത്ത്. ഇല്ലില്ല, കാലിത്തൊഴുത്ത് ഭയങ്കര ശോചനീയമായ സ്ഥലമായിരുന്നു. അത് നിങ്ങൾ ഈ പറഞ്ഞ ഒരു വലിയ പൈസ ഒക്കെ കൊടുത്തത്. അടുത്തത് ഇതിനെ കൊടുത്തത് വേണ്ടടി, ചവിട്ടല്ലടി എൻ്റെ മോനെ. എത്ര മതി, ഇതന്നെ ഗംഭീരമാണ്. നമുക്ക് മുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാടി. ഇത് നമ്മുടെ പുൽക്കൂടിന് വെക്കുന്ന മതിൽക്കെട്ടാണ് കേട്ടാ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, നന്മ നിറഞ്ഞവനേ. മൂക്കുമെന്തിട്ടുന്നില്ല, മൂക്കുമെന്തോ. എൻ്റെ വെള്ളക്കടലാസ് റോസ് ഉണ്ടാക്കി. എൻ്റെ വെള്ളക്കടലാസ് റോസ് നിറച്ചുണ്ട്. രണ്ട് ഡബിൾ കളറ്. ഇതാണ് രസം. പൊന്നോ, എന്ത് പൊന്നിങ്ങനെ കുരുത്തക്കേടാണിക്കണേ. എടി പോകുമ്പോൾ ചൂലുള്ളല്ലേടി, എന്ത് പൊങ്ങിയാലേ കാണാനായിട്ട്. എടി അത് കൊള്ളല്ലേടി പൊന്നോ. എന്ത് മൂന്തേടി നത്തിൻ്റെ വിട്ട് നട്ടെ. വെറുതെ പറ സുന്ദരിക്കോ. അതെ നമ്മുടെ സുന്ദരി നത്തേ വരൂ. അടി എടുക്ക്. ഇനി നമുക്ക് ഉണ്ണിസെറ്റൊക്കെ എവിടെ? നമ്മുടെ ഉണ്ണിസെറ്റ് എവിടെ? ഉണ്ണിസെറ്റ് എവിടെ? ഇതിപ്പോൾ കാടായിട്ട് അതിൻ്റെ ഉള്ളിൽ സിംഹം പുലിയൊന്നും വന്നിരുന്ന അറിയത്തില്ല. കണ്ട അതൊക്കെ എന്ത് കാടാന്ന് നോക്കിയണ്ട. കാടാ, കിച്ചുൻ്റെ പണിയാണ് ഇതൊക്കെ. ഈ കാട് പിടിപ്പിച്ചത് കിച്ചുവാണേ. ഉണ്ണീശു എവിടെ? യേശുവിന് ഇപ്പൊക്കെ ഉണ്ടാട്ടാ നമ്മുടെ ഉണ്ണി സെറ്റൊക്കെ ചങ്കളെ.
ഇതൊക്കെ ഒരു 3-4 കൊല്ലമായിട്ടുള്ളതാണ് കേട്ടോ. പൊക്കി അയ്യോ ഒന്ന് കാര്യം തുടങ്ങി. എൻ്റെ പൊന്നു ഞങ്ങളെ ചുമ വന്നിട്ട് മാറിയിട്ടില്ല. നമുക്കേ ഇതൊന്ന് പിള്ളേർ ഇപ്പോഴങ്ങനെ സെറ്റ് ചെയ്യാൻ എനിക്കൊരു രൂപമില്ല കേട്ടോ. എന്താക്കുമെന്നൊന്നും അറിയത്തൂലിട്ടങ്ങ്. അടുത്താണ് ഇവിടെ പൊന്നേ, ഇവിടെ പൊന്നൊന്നേ പാടി എന്നെ ചുന്തിരിക്കുക ഇവള് ചുന്തിരിക്കുക. നീ നത്തല്ല ഇത്. അവരെ അപ്പച്ചനെ ഇവരെ കളിക്കാൻ വേണ്ടി വിളിക്കുന്ന പേര്. അപ്പച്ചനൊരു കുഞ്ഞായിരുന്ന സമയത്താണ് അപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നെ. അപ്പൊ അപ്പച്ചൻ വിളിക്കുന്ന പേര് ഇവളെ സ്നേഹം കൊണ്ട് വിളിക്കുന്നിട്ട് മരപ്പെട്ടി കുട്ടിയെ. സ്നേഹം കൊണ്ട് അപ്പച്ചൻ വിളിച്ചത് മരപ്പെട്ടി കുട്ടിയെ. അവളെ വിളിച്ച മറയോന്തേ. എന്നെ വിളിച്ച പേര് അറിയുമ്പോ എരുമേ. പമ്മൂനെന്ന് വിളിക്കാറ്. പോത്ത്. പമ്മൂനെ പോത്ത്, എന്നെ എരുമ, ഇവളെ എന്നിട്ടാ മരപ്പെട്ടി, അത് ഓന്ത്. ഇത് ഓന്ത്. ഇത് നോക്കിയ ഒരു ഏകദേശം ഒരു ചായയില് നോക്കി കണ്ടാ. പക്ഷെ എനിക്ക് നത്തിനെ തത്തുന്ന് എനിക്ക് നത്തിന്റെ കൂട്ടണ്ട മേഘനയുടെ ആന്റി പറയാനായിട്ടാ ഇത് നിന്റെ ചേച്ചിയാണെന്ന് വെച്ചപ്പോ അതെ. പക്ഷെ കണ്ടാ നീയാണല്ലോ ചെറുതെന്ന്. ആര് ചെറുത്? നീയാ? ഞാൻ ചെറുത്. ആ കഴിക്കണം. ഓവിലിട്ട് വലിച്ച പോലെ എന്തൊരു സാധനം കഴിക്കില്ലേ. എനിക്കൊന്നും തരുന്നില്ല. അയ്യോ അല്ലാണ്ട് തിന്നാണ്ടല്ല പൊന്നെ. എന്നിട്ട് അത് ഭയങ്കര വണ്ണത്തിനാണ് ഇരിക്കണല്ലേ. നമ്മ തിന്നണ്ട പ്രായത്തിൽ തിന്നണം. പറ്റിയതല്ലേ ഇനി അറിയോ? അതന്നെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അരിയുള്ള ചോറൊക്കെ അടിച്ച് മൂത്ത വെച്ച് വെളുക്കാണ്ടിരിക്കോ? അതെ ഞാനാണ്. ചോറ് വെക്കണത് തിന്നാൻ കിട്ടണില്ല. ഇപ്പൊ എന്തിട്ടാ അറിയാമോ? ചോറ് വെക്കണതൊക്കെ മൂത്ത് വെക്കാണ്. ചോറ്, ഉഴുന്ന്, ഉലുവ, അരിപ്പൊടി, മഞ്ഞള്, ജീരകം, ഉലുവ, ഇതൊക്കെ പാടി കുതിർത്ത് അടിച്ച് മൂത്ത് വെക്കലാണ് ഇപ്പൊ എന്റെ തമ്പുരാട്ടികളുടെ. ആ ഇതന്നെ പറഞ്ഞേ എന്താ സംഭവം പറഞ്ഞേ? അത് മാത്രമേ മുഖത്തിട്ടില്ല. പക്ഷെ ആ ഇനി എന്റെ മോള് മുഖത്തിടാത്ത ഈ വീട്ടില് മസാലപ്പൊടി അതൊക്കെ ഉൾപ്പെടുത്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ മോള് ഇനി മുഖത്തിടാത്തത് മുളക് പൊടി, മസാലപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പൊ അധികം വൈകാണ്ട് അതിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്യും ഈ കണക്കിന് പോയി കഴിഞ്ഞാ. അപ്പൊ അത് മൂക്കുത്തിയുടെ എന്തറിയോ ആ നോക്കട്ടെ. മൂക്കുത്തി കഴുകി ഇവളുണ്ടല്ല മേഘന ഡ്രസ് എന്തിട്ട് പറ്റിയതാ? എന്തിട്ടാ? ഡ്രസ്സിന്റെ വള്ളി കൊണ്ടാ? ചേടാ ഡ്രസ്സിന്റെ വള്ളി കൊണ്ടുവരാ. എവിടെ അത് കൂടുണ്ടാക്കാൻ വേണ്ടിട്ട് ആളോടെ പോയി. പപ്പി പൊന്നു എൻ്റെ പൂവുണ്ടായിക്കണേക്ക് ഞങ്ങളെ എന്താ നിറയെ പൂക്കളുണ്ട്. വിത്തുണ്ട് കേട്ടോ. ആർക്കെങ്കിലും നീല ശംഖുപുഷ്പത്തിന്റെ വിത്ത് വേണമെങ്കിൽ പറഞ്ഞോളോ. ഇഷ്ടം മാതിരി വിത്തുണ്ടേ. എന്താ വെള്ള ശംഖുപുഷ്പത്തും എന്താണോ പൂവിടാത്തെ? എടീ നീ ചെയ്യുന്നുണ്ടാ? അവളെന്തിരിക്കേ? ആ ഞാനൊന്നും പറയണില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇന്നാണെങ്കിൽ തിരുത്തൂര് പള്ളിയിൽ പെരുന്നാളാണ് ചങ്കളെ. തിരുത്തൂര് പള്ളിയിലേ പെരുന്നാളിന് പോകണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം പിന്നാലെ അടക്കണം. തിരുത്തൂര് പള്ളിയിൽ പോകണമെങ്കിൽ ഉണ്ണിസെറ്റ് പുൽക്കൂട് സെറ്റ് ചെയ്യാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് ഞാൻ പോകില്ല. വൈക്കോലില്ല, വൈക്കോലിന് പകരം നമുക്ക് പച്ചപ്പുല്ല് പറിച്ചിടാം. ഉണങ്ങിക്കോളും ക്രിസ്മസ് ആകുമ്പോഴേക്ക് അല്ലേ. പച്ചപ്പുല്ല് പറിച്ച് ഇപ്പോൾ ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ അത് വെയിലൊക്കെ കൊണ്ട് ഇപ്പം അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിക്കോളും. എൻ്റെ എന്ത് സംഭവം? അവന് ഭയങ്കര സന്തോഷം. അവിടെ പുൽക്കൂടിൻ്റെ സെറ്റൊക്കെ കഴിഞ്ഞപ്പോഴേ അവന് ഭയങ്കര കളിക്കാനുള്ളൊരു ഇത് എന്താടാ. കുട്ടങ്ങോട്ട് വാ ടുട്ടുപ്പാ. ആഹാ കളിക്കണ കളിയണ്ടാ. അയ്യോ ഇന്നത് നശിപ്പിക്കുന്ന തോന്നണേട്ടാ. അപ്പം ചങ്കളെ നിങ്ങളുടെ വീട്ടിലൊക്കെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും
എന്താണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ? പുൽക്കൂടൊക്കെ എല്ലായിടത്തും സെറ്റ് ആയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കുറച്ച് നേരം വൈകി, ട്രീ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. പുൽക്കൂട് പിന്നെ ഇവളുമാർക്കുടെ സ്കൂളൊക്കെ ഒന്ന് പൂട്ടണമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്താണ്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ന്യൂ ഇയർ കഴിയണ വരെ അവിടെ എന്താ പറയുക, നല്ല മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിച്ചുപൊളിയാണ്. പിന്നെ അറിയാമല്ലോ നമ്മുടെ പാറപ്പുറത്ത് എന്നിട്ട് നക്ഷത്ര തടാകമുണ്ട് ഈ കൊല്ലം. ഇപ്പോൾ 3ാമത്തെ വർഷമാണ് നക്ഷത്രത്തെ, 4ാമത്തെ വർഷം കണ്ടാണ്. അപ്പോൾ എല്ലാവരും വരണം കേട്ടോ. 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, മറക്കണ്ട എല്ലാവരും. പാറപ്പുറം പോളക്കുളത്താണ് നക്ഷത്ര തടാകം. അപ്പോൾ ഇതൊക്കെ ചങ്കളി വിശേഷങ്ങൾ. ഞാൻ ഈ പുൽക്കൂടൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഇവളുമാരെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. കാരണം ഇവളുമാരല്ലാണ്ട് വരില്ല, ഭയങ്കര മടിച്ചുകളാ. എടി അവളെന്തേടി പൊന്നുവേ, എനിക്ക് ദേഷ്യം വേണമെന്നുണ്ടെങ്കിൽ ഹെലിന ഷിബുവിനോട് എനിക്ക് ദേഷ്യം വേണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് പേടിയൊന്നുമില്ല. കാരണം അമ്മയ്ക്ക് ദേഷ്യം വന്ന് ഇത്രയ്ക്കുള്ളൂന്നവർക്കറിയാം. തല്ലില്ല, ചീത്ത പറയും. എന്തേ ആര്? ഞാൻ ചീത്ത അറിയാറുണ്ടാ? ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി വന്നത് അവള്. അത് കേട്ടപ്പോൾ തല്ലില്ല, ചീത്ത പറയില്ല. പനി വന്നിട്ട് ചുമ മാറിട്ടില്ല ചങ്കള്, ഭയങ്കര ചുമ. ഏരി കൂടെ ഒക്കെ വന്നെ. ആരൊക്കെ വിളിക്കണമെന്ന് കണ്ടു. എന്തിട്ടടി നീ, എന്തിട്ട് സംഭവം? എൻ്റെ മോള് കഴുക പറ. അപ്പം എൻ്റെ പൊന്നൂസ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുൽക്കൂട് കഴുകുകയാണ്. പക്ഷെ അവൾ കാണിക്കണത് ഏകദേശം ഒരു തെണ്ടിത്തരമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ. കാരണം അവിടെ വെച്ച് വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ ഉമ്മർത്തിക്ക് വരും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതിപ്പോൾ ഇല്ല പറയാ, എന്തോ ഒരു ചൊല്ലുണ്ട്, എടി ഒന്ന് അത് അങ്ങോട്ട് മാറ്റിക്കിട്ട് മുത്ത അവിടെ വെള്ളം വീണയ്ക്കേ. അങ്ങനെ കഴുകുക. അതൊക്കെ പൊളിഞ്ഞെന്നാ പൊളിച്ചടുക്കിക്കിടാവുന്ന് നോക്കിക്കോ. ശരിക്കും ചെയ്യൻ്റെ പൊന്നപ്പാ. അത് മഞ്ഞണ പുകയാണ്. മോളെവിടേക്ക് പോണേ? വെരി ഗുഡ്, വെരി വെരി ഗുഡ് ഗേൾ. അതാണ് എൻ്റെ പൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൊരു പൊന്നാണ്, അമ്മയുടെ പൊന്നു. എന്ത് ചെയ്യണ്ട എൻ്റെ മോൾക്ക്. എൻ്റെ മോള് കഷ്ടപ്പാട്ട് പണിയെടുത്ത് എന്നിട്ട് അവിടേക്ക് കണ്ടടി എൻ്റെ കുഞ്ഞും എൻ്റെ പൊന്നൂസ്. എന്നിട്ടാ എന്താ തീരോ പൊന്നു? നീ അതിപ്പോൾ കുളിപ്പിച്ച് കൊച്ചിനില്ലാണ്ടാക്കോ? എൻ്റെ പൊന്നു വല്ലാത്ത പൊന്നാണല്ല. നീ എന്തിട്ട് കാണിക്കണേ? അല്ല പിന്നെ ഒരു പുൽക്കൂട് കഴുകാൻ പറഞ്ഞിട്ടിരുന്ന് കാണിക്കണ കാട്ടായി നോക്ക്. ഇത് ക്രിസ്മസ് കഴിഞ്ഞാലും പുൽക്കൂട് സെറ്റാവുന്നില്ല. എൻ്റെ പൊന്നോ ആ വെള്ളം കൂടെ ഒഴിക്കിയത് മൈക്കൂടി. അപ്പോൾ ചങ്കളെ നമ്മുടെ പൊന്നൂസ് അതിവിദഗ്ധമായിട്ട് നമ്മുടെ പുൽക്കൂട് കഴുകി സൂപ്പറാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവർ പറഞ്ഞിട്ടേ അമ്മച്ചി വേറെ പുൽക്കൂട് വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞ പൊന്നു മക്കളെ, എല്ലാ കൊല്ലം ഈ പുൽക്കൂട് വാങ്ങിക്കാനായിട്ട് എൻ്റെ പൊന്നെ അതിൻ്റെ ഇത് അത് കളയല്ലേ മുത്തേ, അത് ഒടിക്കല്ലേ, അത് മാറ്റില്ലേ, അത് അങ്ങനെ തന്നെ വെക്കി, നശിപ്പിക്കല്ലേ മുത്തേ. ഇപ്പം എന്തായാലും ഒരു പുൽക്കൂട് വാങ്ങിക്കാൻ പറ്റില്ല പൊന്നോ. വെറുതെ എന്തിനാ ഇതുള്ളപ്പോൾ വേറെ വാങ്ങിച്ച പൈസകളാണ്. അത് കളയി. ഇത് കഴുകാൻ പറഞ്ഞിട്ട് ഇതേ പണി എന്നേക്കണേക്ക് ഇതേ നശിപ്പിച്ച്. എടി പുഴു അല്ലാടി പൂപ്പലാടി. എടി പൂപ്പലാണെന്ന്. പുഴു അങ്ങനെ ആവണേ? എന്നെ മേത്ത് കേൾക്കല്ലേ, പൂപ്പലാണത്, പുഴല്ല. കണ്ട പൊന്നുന്തുട്ടടി നശിപ്പിക്കല്ലടി മുത്തേ. നീ അത് കഴുകിയെടുത്തേ. അതൊടിക്കല്ല, അത് അതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ട, അത് അങ്ങനെ വെക്കി, അതൊന്നും ചെയ്യണ്ട. എന്തിട്ട് പൊന്നു നമ്മുടെ സുന്ദരി കോത. എവിടെ ഇവള് ഇതൊരു വഴിക്കൊന്നും തീർക്കൂല. ആ ബ്രഷ് കൊണ്ട് കഴുകടി, ആ ബ്രഷ് കൊണ്ട് ഇറക്കി. എൻ്റെ പൊന്നെ അതൊക്കെ നശിക്കുന്നു എന്നിട്ട് അവന് കഴിക്കഴിഞ്ഞ മുത്തേ. ആ നേരം കൊണ്ട് ആ കിണറിൻ്റെ അലക്കെല്ലാം കൊണ്ടുവച്ചിട്ട് അത് വെച്ചാൽ വെള്ളം ചീറ്റിച്ച് കഴുകണി എന്തോരം സുഖമായിട്ട് കഴുക പൈപ്പില്.
എന്തൊരു വക അത് കഴുകി കഴുകി വീടിന് പുറത്തായി കഴുകല്. വീടൊലിച്ചോന്ന് ഞാൻ പറഞ്ഞ വീടൊലിച്ചോന്നല്ല. എന്നിട്ട് 2018 വെള്ളപ്പൊക്കോ വീടൊലിച്ചു പോവാൻ? വീടൊലിച്ചോന്നല്ല. അങ്ങോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചളി പുളുന്ന ചെളി ചവിട്ടി കയറും. സംജില്ലേ? പൊന്നിന്റെ കൂട്ടുകാരൻ അപ്പുറം പൊന്നിന് കൂട്ടിനെ അടിക്കാൻ നിൽക്കുന്നുണ്ട്. ടുട്ടും തക്കിടും കിട്ടും കുഞ്ഞിനും കിട്ടു കുഞ്ഞാ. ഭയങ്കര ചെല്ലുള്ള മക്കളാണ് എൻ്റെ മക്കളുടെ കൂട്ട്. അതാരും വിളിച്ചപ്പോഴേക്ക് നോക്കണല്ലോ കണ്ടോ അല്ലേ പൊന്നു? ഭയങ്കര ചെല്ലുള്ള മക്കളാണ് എനിക്ക്. എൻ്റെ പൊന്നേ ഇത് എങ്ങനെയാ തുണ്ണീശനൊക്കെ എടുത്ത ഈ കണക്കിന് കണ്ടെന്റെ പൊന്ന് ചങ്കളെ ഒരു അക്രമം അവന്റെ. ഈ കണക്കിന് ഞാൻ എങ്ങനെ അതിനകത്ത് അവരൊക്കെ വെക്കണേ? വഴി വെട്ടി കാര്യമൊന്നുമില്ല. അവൻ കേറും. ആ പുൽക്കൂടുമ്പോ കേറി അവനൊരു പരിവാക്കി അവൻ. മാറാലടിയത് മാറാലാണത്. എടാ 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 ഇവിടെ കാട്ടാള വേട്ടാള വാടാ. നിന്നെ പൊന്ന് കുഞ്ഞപ്പ നിക്ക് നിന്നെ ഞാനുണ്ടല്ലോ. നിന്നെ ഞാൻ എന്തെല്ലാം തല്ലി കൊല്ലുന്നതാണ്. എൻ്റെ പുൽക്കുട്ടി കയറി കഴിഞ്ഞാണല്ലോ നമ്മുടെ നല്ല തല്ലൂട്ട് നമ്മുടെ പുൽക്കുട്ടിക്ക്. ഇങ്ങനെയൊക്കെ മതി. അത് കുറച്ചുകൂടി വൈഡാക്ക്. ആ നല്ല ഭംഗിയുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നത്ത് കയറിയിരുന്ന നല്ല രസമായിരിക്കും. ഇനി വേറെ ഒട്ടകത്തിന് വെക്കണ്ട. ഒട്ടകായി അത് കുറച്ച് അത് നടക്കാനുള്ളതാണ്. അവിടെ അത് ആ ചൂലോണ്ട് തട്ട് മോനച്ചു എടി അവിടെ പോയി കഴുകിക്കൊണ്ടാടി മുറ്റത്ത്. ഓ നീ പൊടി തട്ടാത്തവരൊക്കെ എഴുന്നേറ്റ് പോ. അത് കാണിടില്ല അവിടെ അത്ര ദൂരമാണെന്നുള്ളത്. ഏനാ ഇതിങ്ങനെ വെക്കരുത്. ഇങ്ങനെ ഉണ്ടാ അപ്പൊ അത് അങ്ങനെ വെക്കരുത്. ഇങ്ങനെ ഒന്നും അറിയില്ല പിള്ളേർക്ക്. കുറെ തിന്നാൻ അറിയാറ്റവർക്ക്. അയ്യേ എന്തത് ഇങ്ങനെ പിന്നെ ഒരു രസമില്ല. അതുപോലെ തന്നെ ഇതിനെ അതുപോലെ ആ ത്രികോണം വന്നില്ല മോളെ. അത് സ്നേഹമതിലാണ്. അധികം സ്നേഹിക്കാൻ നിൽക്കണ്ട അതിനെ കൊല്ല അടി വേണ്ടി. അപ്പൊ നമ്മ പച്ചപ്പുല്ലൊക്കെ വിരിച്ച് ചങ്കളെ. ഇനി മറ്റേ നമ്മുടെ രാജാക്കന്മാരൊക്കെ എടുത്ത് വെക്കണം. ഉണ്ണീശോനെ ഒഴിച്ച് ബാക്കി എല്ലാവരും വെക്കാം നമുക്ക്. ടുട്ട് ഇപ്പൊ ഇതൊക്കെ പശുവിനെ ആടിനെ പിടിച്ച ടുട്ട് തിന്നാതിരുന്നാ മതി. ഇപ്പൊ നമ്മുടെ ആട്ടിടയന്മാരും രാജാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അത് രാജാവിന്റെ മാലാകനെ പിന്നിടാ. രാജാവ് ഒട്ടകപ്പുറത്ത് പറ്റിങ്ങി രാജാവിനെ ഒട്ടകപ്പുറത്ത് കയറ്റിരുത്തിക്കോ. അതിനാ മണടിക്കാനായിട്ട് കൊല്ലവനെ. അപ്പൊ ചങ്കളെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷ ടൈബിൾമാര് നിന്ന് തീർക്കണ ലക്ഷണമൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ കലിത്തൊഴുത്ത് കാലിത്തൊഴുത്തിൽ പിറന്നവനേ നന്മ നിറഞ്ഞവനേ. ഐറ്റങ്ങളെ ഡിസ്റ്റർബൻറ്റ് ചെയ്യല്ലേ. അപ്പൊ ഓക്കെ ചങ്കളെ. അപ്പൊ നമ്മുടെ ഉണ്ണിസെറ്റ് ഇതൊക്കെ ശരിയായിട്ട് ലൈറ്റൊക്കെ ഇടണം. ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മുടെ പൂച്ചകൾ ഒരു രക്ഷയിലാട്ട് ചങ്കളെ. പൂച്ചകൾ കൊടുക്കുന്ന തല കുത്തി മറിയുണ്ട്. ഇപ്പൊ രാജാവും ഒട്ടകൊക്കെ വല്ല വഴിക്കും ഓടും. നമ്മുടെ കിട്ടു ഇതിനകത്ത് കിടന്ന് തല കുത്തി മറിയണ കാരണം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആർക്കേഞ്ചൽസിലെ കൊച്ചു വിശേഷങ്ങൾ. അത് നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയാറില്ല എപ്പോഴും, നിങ്ങളാണ് നമ്മുടെ ഫാമിലി. നമ്മളെ സപ്പോർട്ട് ചെയ്യണേലും നമ്മുടെ കൂടെ നിന്ന് നിങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ചങ്കളെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ക്രിസ്മസൊക്കെ മക്കളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. സങ്കടങ്ങളും ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരില്ല അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് അവരോടൊപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ചങ്കളി, ടാറ്റ ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹിമക്കൊച്ചും. ഞങ്ങൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പം എൻ്റെ പൊന്നുച്ച്, അപ്പം ലവ് യു ചങ്കളെ, ടാറ്റാ.